സ്മൂത്തിങ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയോ? എങ്ങനെ ഉണ്ടാക്കി? ഇത് ശരിക്കും അതൊരു ബൈക്കാണ്. ഒരു ബൈക്കിനെ ജീപ്പാക്കി എടുത്തിട്ടുള്ള ഇയാൾ കണ്ടാ. അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് തച്ചാമ്പറമ്പ് എന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ചെറിയ ജീപ്പ്, ഒരു മിനി ജീപ്പ് ഉണ്ടാക്കിയ ഒരു സക്കീർ ഖാനെ കുറിച്ച്. അപ്പോൾ സക്കീർ ഖാൻ അന്ന് പറഞ്ഞിരുന്നു അതേപോലെ വണ്ടി ഇനിയും ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ലേ. അപ്പോൾ അതേപോലെ ഒരു വണ്ടി, ഒരു ഗോൾഡൻ വണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ. അതിനേക്കാട്ടിലും ചെറുതൊരു വണ്ടിയാണ്. എന്നാൽ ഈ വണ്ടി നമുക്കറിയാം, ഈ വണ്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷനിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എന്താ ഫുള്ള് വർക്കും കഴിഞ്ഞ ആളിതാ സെറ്റ് ആക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അപ്പോൾ എത്ര ആളുണ്ട് വണ്ടിയിൽ? 5 ആളുണ്ട്. ഓക്കെ, നോക്കട്ടോ. വണ്ടി ഫുള്ള് ആൾക്കാരെയും കൊണ്ടാ വന്നത്. വാ ഇറങ്ങണം മക്കളെ, ഇറങ്ങി. അപ്പോൾ എന്തായാലും അതന്നെ നമുക്ക് കിട്ടിയ ആൾക്കാരെ മാത്രം വണ്ടി കയറിയിട്ടുള്ളൂ. അതിൽ ഏകദേശം ബാക്കിൽ തന്നെ കുട്ടിയൊക്കെ 4-5 ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതാ മുമ്പിൽ ജീപ്പിൽ എടുക്കുന്ന അതേപോലെ സ്പേസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അതായത് സക്കീർ ഖാൻ നിലവിൽ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഈ വണ്ടി മിക്കവാറും സിനിമയ്ക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് വിളി വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ ഫീൽഡ് നമുക്ക് വിളി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സക്കീർ ഖാൻ, എന്താ വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഏറെക്കുറെ അത് റോഡിലേക്ക് ഇറക്കാൻ പാകത്തിലാക്കി അല്ലേ. അതിൻ്റെ പേപ്പറും കാര്യമൊന്നും സെറ്റ് ആയിട്ടില്ലെങ്കിലും. അപ്പോൾ എന്തായാലും എന്താ പറയാനുള്ളത് ഈ ഒരു മുഹൂർത്തത്തിൽ? എന്താ പറയാനുള്ളത്, എന്തെങ്കിലും പിന്നെ നമ്മളെ ഗണേഷ് കുമാർ സാറോട് പറയാനുള്ളത്, ഒരു 10-15 കിലോമീറ്റർ ഓടാനെങ്കിലും അനുമതി ഈ വണ്ടിക്ക് അല്ലേ, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം അല്ലേ. ഓക്കെ മക്കളെ, വണ്ടി ഉണ്ട് എന്ത് തോന്നുന്നുണ്ട്? വണ്ടി ഉണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? സൂപ്പറാ. കയറി നോക്കിയിട്ട് ഇതിന് മുമ്പ് ജീപ്പിൽ കയറിയിട്ടുണ്ടോ? വലിയ ജീപ്പിൽ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. ആ വണ്ടി കയറുമ്പോൾ എന്താ തോന്നണേ? അങ്ങനെ തോന്നണുള്ളൂ. സ്മൂത്തിങ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വണ്ടി എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയോ? എങ്ങനെ ഉണ്ടാക്കി? ഇത് ശരിക്കും അതൊരു ബൈക്കാണ്. ഒരു ബൈക്കിനെ ജീപ്പാക്കി എടുത്തിട്ടുള്ള ഇയാൾ കണ്ടാ. അപ്പോൾ നിലവിൽ നമ്മളിതാ ഒരു വണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാധാ ജീപ്പാണ്. അതിൻ്റെ ഒരു സൈസും കാര്യമൊക്കെ നമുക്കറിയാം എത്രത്തോളം എന്നുള്ളത്. അത് ആ വണ്ടിയുടെ തന്നെ മകൻ എന്നൊക്കെ പറയാമല്ലേ, ചെറിയൊരു ജീപ്പ്. അപ്പോൾ ഇത്രയും ചെറിയ വണ്ടി നമ്മളൊന്ന് ഉണ്ടാക്കി ഒരുപാട് വീഡിയോ ഇട്ടു, ഒരുപാട് വൈറലായി. ഇപ്പോൾ രണ്ടാമത്തെ വണ്ടി കൊണ്ടുള്ള കാരണം എന്താ? കാരണം പിന്നെ ഇത് ഒന്നുകൂടി പിന്നെ കുറച്ച് നമുക്ക് ഇരിക്കാൻ സ്മൂത്തായിട്ട് ഇരുന്ന് നമുക്ക് ഓടിക്കാനുള്ള, കുട്ടികൾക്ക് മാത്രം ഓടിക്കാൻ പറ്റിയ രീതിയിലാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത്. ഓക്കെ. അത് മാത്രമല്ല ആ വണ്ടി ശരിക്കും മകനും വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഈ വണ്ടി ഉണ്ടാക്കാൻ കാരണം എന്താ? ഈ വണ്ടി ഉണ്ടാക്കാൻ കാരണം പറഞ്ഞാൽ ഇത് വിൽക്കാൻ കണ്ട് ഉണ്ടാക്കിയതല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് ലിസ്റ്റ് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. ഓരോരുത്തർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആർക്കും കൊടുക്കും, പക്ഷെ റോഡ് കാലോട്ട് കൊടുക്കുന്നില്ല. ഓക്കെ. പിന്നെ നാട്ടിൽ കുറെ ആൾക്കാർ നമുക്കുണ്ട്. ബ്രോ അങ്ങനെ ഉണ്ട് വണ്ടി കണ്ടിട്ട്? വണ്ടി അടിപൊളിയാണ്. ഇതൊന്ന് ഓടിക്കാൻ താല്പര്യം ഉണ്ടോ? കണ്ടിട്ട് ഉണ്ട് അല്ലേ? ഓടിക്കോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വലിയ വണ്ടി ഓട്ടി വന്നത് ഏട്ടനാട്ടാ. പേര് നാസർ. നാസർക്ക് എവിടെ സ്ഥലം? ഞാൻ ഇവിടെ അരീക്കോട് വടക്കമുറിയാണ്. പ്രോപ്പർ സ്ഥലം എവിടെ നാസർക്കാൻ്റെ? ഞാൻ കോട്ടയാണ്. കോട്ടയം. നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളാണ്, വർഷങ്ങളായുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ വേളകളിലൊക്കെ നമ്മൾ കൊണ്ട് കൂടെ ഇങ്ങനെ കാണുന്നുണ്ട്, എല്ലാത്തിലും ഉണ്ട്. രണ്ടാളും മെക്കാനിക്കാണോ? ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വണ്ടി ജനങ്ങൾ മുമ്പിലേക്ക് ഇറക്കുമ്പോൾ ആ ഒരു ഉദ്ദേശം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ? ഈ വണ്ടി ശരിക്കും എവിടെ ഓട്ടിപ്പോകാൻ കഴിയുന്ന ഒരു വണ്ടിയാണ്. പക്ഷേങ്കിൽ ഇതിന് റോഡിലുള്ള അനുമതി ഇല്ലാത്തൊരു പ്രശ്നമാണുള്ളത്. ഓക്കെ. അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കും മീഡിയം സൈസിലുള്ള ആൾക്കാർക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ പാകത്തിൽ ഏത് കുന്നും മലയും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഫുൾ സേഫ്റ്റിയാണ് വണ്ടിക്ക്. എല്ലാം സാധാരണ ഒരു ജീപ്പിന്റെ, ഹെവി ജീപ്പിന്റെ ഒരു ഓഫ് റോഡ് വരെ വലിച്ചു കയറുന്നതാണ്. ഓക്കെ. ആളാ വണ്ടിയിൽ ഇരിക്കുമ്പോഴുള്ള ആ വണ്ടിയുടെ സൈസ് നോക്ക്. ഏകദേശം ഉണ്ടോ? ഇങ്ങനെ കാണുമ്പോഴാണ് വണ്ടിയുടെ ശരിക്കുള്ള ആ ഒരു ലെങ്ത്തും ആ ഒരു സ്പേസും കാണാൻ പറ്റുന്നത്. നേരെ ബാക്കിൽ ഇതിൻ്റെ വലിയ ജീപ്പ് ഉണ്ടോ? നമ്മൾ സാധാ ജീപ്പ് ബാക്കിലുണ്ട്. അത് രണ്ടും നല്ല മാറ്റമുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മോഡലിൽ ഒരു ജീപ്പിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ജീപ്പെല്ലാം തോന്നിക്കുന്ന ഒരു സംഗതിയിലില്ല. കാരണം കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ജീപ്പ് തന്നെ കണ്ടോ. നിങ്ങളുടെ ഹൈറ്റിനെ ഉണ്ടാക്കിയല്ലേ? ഹൈറ്റ് കറക്റ്റ് ഈ ഹൈറ്റ് തന്നെ അല്ലേ? വലിയ വണ്ടി. അപ്പോൾ രണ്ടിൻ്റെ ഹൈറ്റ് കാണിക്കാൻ പോകണം കേട്ടോ. ആ വണ്ടി മുപ്പരെ ഇവിടുന്ന് വീണ്ടും ഒരു ചാലേറെ
അതായത് നമ്മളെ വണ്ടി ഏകദേശം നിങ്ങൾ ഈ ഒരു ഷോൾഡറിൽ ഉണ്ടാക്കിയുള്ളൂ അല്ലേ? ആ വണ്ടിയും ഈ വണ്ടി തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങൾ പറഞ്ഞാൽ ബോഡിയിൽ സെയിം ആണ്, സെയിം തിക്നെസ് 16 ഗേജ് തന്നെയാണ്. പിന്നെ പറഞ്ഞാല് പമ്പർ ഇതേവരെ ഫുൾ കവറിങ്, അത് ഹാഫ് ഉള്ളൂ, ഫുൾ കവറിങ് ആണ്. പിന്നെ സ്റ്റീൽ ചേസൻ അതും ഇത് അത് തന്നെയാണ്. നിർമ്മിച്ചെടുത്താണോ അതോ ആ വണ്ടിയുടെ പമ്പർ കട്ട് ചെയ്തിട്ടുണ്ടാക്കി? ഇല്ല, ഇതൊക്കെ നിർമ്മിച്ചെടുത്തതാണ്. ഇതിനായിട്ട് സ്ക്വയർ പൈപ്പ് വെന്റ് അടിച്ച് കൊണ്ടുവന്നല്ലേ. പിന്നെ നമുക്ക് എന്താ പറയാ, വണ്ടിയുടെ വീൽ സ്പേസും കാര്യങ്ങളൊക്കെ എത്രത്തോളം മാറ്റം വരുന്നുണ്ട് മറ്റേ സാധാ വണ്ടിനെ കാട്ടിലും? സാധാ ഫസ്റ്റിലെ വണ്ടിക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് ഇല്ല, ബാക്ക് ബ്രേക്ക് ഉള്ളൂ. ഇത് ഫ്രണ്ട് എല്ലാം 4 വീലും ബ്രേക്ക് ഉണ്ട്. അത് ഡിസ്ക് ബ്രേക്ക്, ഡിസ്ക്. പിന്നെ ജോയിന്റ് ആയാലും നല്ല ദമ്മ് ജോയിന്റ് ആണ്. ഈ ഒരു ഡോറിനെ പറയാനുണ്ട്, നല്ല പെർഫെക്ഷൻ ആയിട്ട് ഡോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സാധാ ജീപ്പിന്റെ ആ ഒരു ലെവലിൽ തന്നെ ഈ ഡോറും മേക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ചില ഓരോ സംഗതി എടുത്ത് നോക്കുകയാണെങ്കിൽ ജീപ്പ് വലിയ ജീപ്പിന്റെ അതേപോലെ തന്നെ ഈ ജീപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റാരിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സ്റ്റാരിങ് സ്റ്റിയറിംഗ് ടാറ്റ സ്റ്റാരിങ് ആണ്. സ്റ്റാരിങ് പവർ സ്റ്റാരിങ് ആക്കിയിട്ടുണ്ട്. ചെറിയ എന്നാലും മുന്നത്തെ അത്ര ഒരു ഇത് കിട്ടാൻ കുറച്ച് ഹെവിയാണ് വണ്ടി. ഇത് നല്ല കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാതെ. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യാതെ ഒരു വണ്ടി ഇങ്ങനെ തിരിയില്ലല്ലോ. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് എത്ര വരുന്നത്? വെയിറ്റ് ഒരു 600 കിലോ ഉണ്ടാവും. 600 കിലോന്റെ വെയിറ്റ് ഉണ്ടാവും അല്ലേ? എത്ര വെയിറ്റ് വരെ താങ്ങും ഉദ്ദേശിക്കുന്നത്? താങ്ങും വെച്ചാൽ ഇതൊരു 4-5 വലിയൊരു നമ്മൾ കയറിയില്ലേ, ഒരു ഏകദേശം എത്ര കിലോ ഉണ്ട്? 200 ഒരു 500 കിലോ ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു സേഫ്റ്റി ഉണ്ടാവും. റിപ്പയർ ചെയ്യാൻ കൈ കൊണ്ടുള്ള സ്പേസ് ഇല്ല, അത്ര ഫുള്ളാണ്. ഫുള്ളാക്കിച്ചല്ലേ? ഇതാണ് ടാങ്ക്. ഇത് ഏത് വണ്ടി ടാങ്കാ? R15 ആണ്. ഓക്കെ, ഇനി ഓരോന്ന് പറയാം. ഫസ്റ്റിൽ ഇത് സ്കൂട്ടിൻ്റെ എഞ്ചിൻ വെച്ചിന്, ഒരു ആക്സസിൻ്റെ. അത് വെച്ചിട്ട് ഈ മലയിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്പീഡ് കുറവും ഒരു പിക്കപ്പിങ് കുറവ്. അങ്ങനെയാണ് ഇപ്പോൾ അത് മാറ്റിയിട്ട് R15. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യം തരോ, ഏത് വണ്ടി ഉണ്ടാക്കി നിങ്ങൾ ആദ്യം കയറ്റുന്ന മലയാണ്? അതാണ്. അതെന്താ അങ്ങനെ? അതല്ല അലോട്ടുള്ളൂ. അതോ അലോട്ടല്ല, എന്തായാലും ശരി. നമ്മളെ ടെസ്റ്റ് നമുക്ക് ഭയങ്കര കമ്പാണ് ഓഫ് റോഡ് കയറാൻ. അതിലുള്ള സെറ്റപ്പിലാണ് നല്ലൊരു ക്വാളിറ്റിയിൽ ഫെസിലിറ്റീസ് മൊത്തം വണ്ടിക്ക്. അതിപ്പോ 4 വീൽ ആക്കാനുള്ള സംവിധാനത്തിൽ അത് നിർമ്മിച്ചത്. പിന്നെ ബാക്കിയൊക്കെ അതേ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ അതേപോലെ. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞു സ്പീഡ് കേബിൾ കൊടുക്കാനാണ് ഇതിനെടുക്കാൻ നിങ്ങൾ വന്നത്. അപ്പൊ അത് പിന്നീട് ആക്കി വെച്ച്. ബാറ്ററി ഇത് ബൈക്കിന്റെ ബാറ്ററി, ബുള്ളറ്റിന്റെ ബാറ്ററി. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ മറ്റു സംഗതി കണ്ടു, ഇതിന്റെ സൈലൻസർ ആണ്. സൈലൻസർ അത് അതിങ്ങനെ സ്പെഷ്യലായി റെഡിമെയ്ഡ് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ വണ്ടിയും ഇപ്പോൾ ഉണ്ടാക്കിയ വണ്ടിയായിട്ടുള്ള മാറ്റങ്ങൾ കാണിച്ചു തരാം. അതിൻ്റെ സ്പേസും കാര്യം ഇരിക്കാനുള്ള സുഖവും. ഇപ്പൊ ഇങ്ങനെ കയറി നിലവിൽ 10 ആൾക്കാരുടെ 1-2 പേര് മുമ്പിലുണ്ട്, 4 പേര് ബാക്കിലുണ്ട്. ഓ അതിനും പോകും, തൂങ്ങിയൊക്കെ പോവാം. എത്രത്തോളം സ്പേസ് ഉണ്ട് നോക്കാം. നോക്കാം. ലെവലിൽ കയറി കൊണ്ടുവരുന്നോ ബാക്കിലിതാ പ്ലെയർ കയറി ഒരു വണ്ടിയിൽ അടച്ച ഈ വേണമെങ്കിൽ ഒരാൾക്ക് കൂടി ഇരിക്കും അല്ലേ? ഏകദേശം കല്യാൺ ട്രിപ്പ് പോകണം കയറ്റാം. എന്താ തോന്നുന്നു ഈ വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടും വല്ലതും തോന്നുന്നത്? ഇല്ല, സ്പേസ് ഉള്ള പോലെ ഫീൽ ചെയ്യില്ലേ മക്കളെ? എന്ത് തോന്നുന്നേ? ഉണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കാം. കണ്ടോ ആ കാലൊക്കെ കറക്റ്റ് മറ്റേ ജീപ്പിന്റെ അതേ ഹൈറ്റ് ആ കാല് നിൽക്കുന്നത് കറക്റ്റ് ആട്ടോ നിൽക്കണേ. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്ര ചെറിയ വണ്ടി ഇടുങ്ങി പോകുമ്പോൾ ചൂടെടുക്കൂലേ? എനിക്ക് വിൻഡോ ഓപ്പൺ ആക്കട്ടോ. ഫുള്ള് ഓപ്പൺ ആക്കാം അല്ലേ? ഓപ്പൺ ആക്കിയിട്ട് ചുരുട്ടി കെട്ടി വെക്കാം. എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലേ? നാച്ചുറൽ AC. അപ്പോ റൗണ്ട് അടിച്ചാലോ? ജസ്റ്റ് ഒന്ന്. ഓക്കെ. ഇത്രയും ആൾക്കാർ നമുക്ക് ഈ വണ്ടി റൗണ്ട് അടിക്കാൻ വേണ്ടി പോവാണ്.
അല്ലേ? ഇത് കേറി ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് കേറി ഞാൻ വിചാരിച്ചില്ല. കാരണം മറ്റേ വണ്ടി ഒന്ന് പരാജയമായിട്ട് പോയത് റൂട്ടാണ്. അനായാസം കേറി. ആ ഭാഗം എടുക്കാറ് ആ കൊടുത്തത് കാല്. നിങ്ങളുടെ മക്കളൊക്കെ അവിടെ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ട് അവിടെ. അത് കാണാം. അല്ല ഞാൻ അപ്പോൾ വിളിക്കാം. ഞാനൊരു ഫോട്ടോ നിങ്ങൾ പൈസ കയറിയില്ലല്ലോ. പൈസ കയറിയില്ലല്ലോ. അപ്പൊ സക്കീർ ഭായ് പിന്നെ ബാക്ക് നടന്ന് ഞാൻ കുഴങ്ങിന്നല്ലാതെ വണ്ടിക്ക് യാതൊരു ഇതും വന്നില്ല. നാസർക്കതാ പുലി പോലെ. അതിന്റെ രസം കേൾക്കണോ? ഈ കയറ്റത്തിന് മുന്നുണ്ടാക്കിയ വണ്ടി ഞങ്ങൾ 3 ആള് വെച്ച് വന്നിട്ട് കേറുന്നില്ല. അവിടെ കല്ലിട്ട് പറിച്ചിട്ടൊന്നും കേറുന്നില്ല. അവിടെ ഓഫാകുക, വലി മുട്ടുക. ഇതിപ്പോ നമ്മൾ എത്ര ആളുണ്ട് ബ്രോ? 6 പേരല്ലേ? ഒരു വലി മുട്ടലൊന്നുമില്ല, കുളാറ്റ് കയറി വേണ്ടോ. അതാണ് ഹൈ ഗിയറിലിട്ട് കഴിഞ്ഞാൽ ഇത് കയറാത്ത കയറ്റില്ല. ആക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടില്ല. ഫ്രണ്ട് പൊന്തില്ല. ഫ്രണ്ട് പൊന്തില്ല. അതെ. അല്ല ഈ 6 പേരെയും വെച്ച് വണ്ടി കൂളായിട്ടല്ലേ കയറി പോന്നെ. യാതൊരു മുട്ടോ വണ്ടിക്ക് മുട്ടോ ഒന്നും സംഭവിച്ചില്ല. അത്യാവശ്യം ഹൈറ്റ് വണ്ടി. ഇനി ഇതേ ഇറങ്ങും ഓവർ സ്പീഡ് ഇറങ്ങി പോകില്ല. ഹൈ ഗിയറിലിട്ട് ഞാൻ പതുക്കെ ഇറങ്ങിയാണ് പോകും. അത്ര ദമ്മാണ്. മാത്രല്ല ഗിയർ സ്വിച്ചിങ് വളരെ സ്മൂത്ത് അല്ലേ? അപ്പൊ നാസർക്ക സക്കീർ ഖാന്റെ ഒരു വണ്ടിയോട് താല്പര്യം എങ്ങനെ കണ്ടേ? അത് അതിനകത്ത് താല്പര്യം എന്ന് പറയാൻ പറ്റില്ല. ഊണലും ഉറക്കത്തിലും ഒക്കെ അതിലേക്ക് തന്നെയാണ്. ചിന്തകളും യാത്രയിലും ബാക്കിയുള്ളതൊക്കെ അത് കുറച്ചു കാലത്തെ മൂപ്പറുമായിട്ടുള്ള പരിചയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ. അതിനോടൊരു താല്പര്യമാണ്. അതിനെന്ത് പ്രയത്നം എടുക്കണമെങ്കിലും എടുക്കുക. അതന്നെ. അപ്പൊ സക്കീർ ഭായ് ഞാനിപ്പോ രണ്ടാമത് ഇവിടെ ഒരാളെ കാണാൻ എന്താ പറയുക, ഈ വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് യാതൊരു ഇതുമില്ല. എനിക്കറിയാം ഏറെക്കുറെ. കാരണം ചില നമ്മൾ കാണുന്നതാണല്ലോ. പക്ഷെ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം സിനിമാ ഫീൽഡിലേക്കും ഈ വണ്ടി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചി നമുക്ക് വിളി വന്നേ. അപ്പോ എന്താ തോന്നുന്നത് ആ ഒരു സംഭവം? സന്തോഷമുണ്ട്. നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാല്ലേ. ഇതുവാണെങ്കിലും സംസാരിക്കാം. എന്താ വെച്ചാൽ ഏതോ കൊലത്തിൽ ഇനിയിപ്പോൾ വേറെ വണ്ടി ഉണ്ടാക്കി കൊടുക്കട്ടെ. എന്തെങ്കിലും ഭിന്നശേഷിക്കാർക്കോ അവർക്ക് എന്താണ് കുറവ് അതിനിപ്പോ നമുക്ക് ഇങ്ങനെ വണ്ടി മേക്ക് തീർക്കാൻ വല്ല ബുദ്ധിമുട്ടും ഒരു കാലം ശേഷിയില്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഒരു കയ്യിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഈസിയായിട്ട് കൊണ്ടുകൊടുക്കാമല്ലോ. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഏത് ഹൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനല് മെയിനായിട്ട് ചാനലില് വീഡിയോസ് വരാറുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് ഇതായിട്ട് വന്നിട്ടില്ല അല്ലേ? ആ ചാനലിന്റെ പേര് ഒന്ന് പറയോ? സക്കീർ ചോലയില്. യൂട്യൂബ് ഫേസ്ബുക്ക് ഉണ്ട്. സക്കീർ ചോലയിൽ സക്കീർ ഉണ്ട്. കേട്ടില്ലേ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റപ്പ് ആക്കാണ്ടോ. നമ്മളെ നാട്ടുകാരനാണ്. ലിങ്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ ആള് മേക്കണ വീഡിയോ എല്ലാം നമുക്ക് ഉണ്ടാവില്ല. സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടാക്കി അവിടെയാണ് വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ക്വാളിറ്റി പക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു രക്ഷയില്ല മക്കളെ. ജീപ്പ് വേറെ ലെവലാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പലർക്കും പല കഴിവുകളും ദൈവം കൊടുത്തിട്ടുണ്ട്. ചിലരുടെ കഴിവുകൾ ലോകത്തിന് അംഗീകരിക്കാൻ മടിയായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം ഈ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു കലാപരമായിട്ടുള്ള കഴിവാണ്. ഇതിനെ ഗവൺമെൻറ് ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം വെച്ചാൽ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് എന്തായാലും ആകെ റോഡിലേക്ക് ഇറക്കാനുള്ള ഒരു അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു 10-15 കിലോമീറ്ററെങ്കിൽ മാക്സിമം കൊടുത്താൽ ആൾക്ക് ആ ചെയ്തതിനൊരു കാര്യം കിട്ടും. അപ്പോൾ നമ്മളെ പുന്നാര ഗണേഷ് സാറിനോട് പറയാനുള്ളത് ഒരു 10 കിലോമീറ്ററെങ്കിലും ആൾക്ക് റോഡിലൂടെ ഓടിക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണേ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് കേട്ടോ.